നമസ്കാരം. ഹിസൈനസ് അബ്ദുള്ളയുടെ വിജയം ഒരു വൻ ഹിറ്റിലേക്ക് മാറി. ഏതാണ്ട് 100 ദിവസം ആഘോഷിക്കുന്ന ഒരു ചിത്രത്തിൻ്റെ പട്ടികയിലേക്ക് ഹിസൈനസ് അബ്ദുള്ള വന്നു. അപ്പോൾ അത് മോഹൻലാൽ ആദ്യമായി നിർമ്മിച്ച ഒരു സിനിമ ഒരു വൻ വിജയമായപ്പോൾ ഒരു പുതിയ തുടക്കവുമാണ്, അതിൻ്റെ ഒരു തുടർച്ചയുമാണ്. കാരണം പിന്നീട് അങ്ങോട്ട് സിനിമകൾ നിർമ്മിക്കാൻ, സിനിമയിൽ അഭിനയിക്കുകയും അതിൽ നിന്ന് ലഭിക്കുന്ന ഒരുപാട് വരുമാനത്തിൽ നിന്ന് സിനിമയിലേക്ക് തന്നെ മുതൽ മുടക്കുന്ന ഒരു രീതിയാണ് മോഹൻലാൽ ആദ്യം തൊട്ട് സ്വീകരിച്ചു വരുന്നത്. ഹിസൈനസ് അബ്ദുള്ളയുടെ വിജയത്തിന് ശേഷം പ്രണവ് ആർട്സ് തുടർന്നും സിനിമകൾ എല്ലാ വർഷവും തുടർച്ചയായി നിർമ്മിക്കുവാനുള്ള ഒരു പദ്ധതിയായിരുന്നു പിന്നീട് അങ്ങോട്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും മോഹൻലാൽ വീണ്ടും ഒരു നിർമ്മാണ രംഗത്ത് സജീവമായി വരുമ്പോൾ സിനിമ ഇൻഡസ്ട്രിക്കും അതുപോലെ തന്നെ സഹപ്രവർത്തകർക്കും ചലച്ചിത്ര ഈ എക്സിബിറ്റേഴ്സിനും അതുപോലെ അങ്ങനെ വിതരണക്കാർക്കും മൊത്തത്തിലൊരു വിജയം സിനിമയ്ക്കുണ്ടാകുമ്പോൾ അത് ഒരു മൊത്തത്തിൽ ഇൻഡസ്ട്രിക്കൊരു ഉണർവാണ്. അപ്പം വീണ്ടും അടുത്ത വർഷം ഇതേപോലെ തന്നെ മോഹൻലാലിൻ്റെ ഒരു സിനിമ അവരുടെ നിർമ്മാണ കമ്പനി കൊണ്ടുവരുന്നു എന്ന് പറയുമ്പോൾ ആ ഇൻഡസ്ട്രിക്ക് അതിൻ്റെ ഒരു ഉണർവുണ്ടായി. ഈ ആദ്യ വിജയ ചിത്രത്തിൻ്റെ അണിയറക്കാർ തന്നെയായിരുന്നു രണ്ടാമത്തെ ചിത്രത്തിലും ഒത്തുചേർന്നത്. അപ്പോൾ അവർക്കും അതിൻ്റെ ഒരു ആവേശം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഭരതം എന്ന് പറഞ്ഞ സിനിമ പിറക്കുന്നത്. അപ്പോൾ അത് കോഴിക്കോട് മഹാറാണിയിലായിരുന്നു ഇതിൻ്റെ കമ്പോസിങ്ങും മറ്റു കാര്യങ്ങളും ചിത്രീകരണമൊക്കെ. അപ്പോൾ ആ കമ്പോസിങ്ങിന് രവീന്ദ്രൻ മാസ്റ്ററും കൈതപ്രവും ഒക്കെ നേരത്തെ തന്നെ അവിടെ കോഴിക്കോട് മഹാറാണിയിൽ ക്യാമ്പ് ചെയ്തിരുന്നു. അപ്പോൾ കോഴിക്കോടെന്ന് പറയുന്നത് അവർക്ക് വളരെ ഇഷ്ടമുള്ള ഒരു തട്ടകമാണ്. രവീന്ദ്രൻ മാസ്റ്റർക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു സൗഹൃദ സദസ്സും ബാബുക്കായുടെ നാടും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു വല്ലാത്ത ഒരു ഇഷ്ടമുള്ള സ്ഥലമാണ്. അപ്പോൾ അവിടെ ഇങ്ങനെ വളരെ രസിച്ച് ഒരു വിജയ ചിത്രത്തിന് ശേഷം അടുത്ത ഒരു സൂപ്പർ ഹിറ്റ് ഗാനങ്ങൾ ഉണ്ടാക്കുവാൻ വേണ്ടി അപ്പോൾ അങ്ങനെ അത് പുള്ളിയുടെയും കൂടെ ഒരു വിജയമാണ് എന്നുള്ള ഒരു ഭയങ്കരമായൊരു ഊർജം അവർക്കുണ്ടായിരുന്നു. അങ്ങനെയാണ് ഭരതത്തിന് വേണ്ടിയുള്ള പാട്ടുകൾ പിറക്കുന്നത്. അതുപോലെ തന്നെ സിബി മലയിൽ ലോഹിതദാസ് ടീമിൻ്റെ ഒരു കോമ്പിനേഷൻ, മോഹൻലാൽ നായകനായി സിബി മലയിൽ ലോഹിതദാസ് എന്ന് പറയുന്ന ഒരു കോമ്പിനേഷൻ ഒരു ഭയങ്കര സക്സസ് ടീമായി മാറുകയും വളരെ വാല്യുബിൾ ഒരു ടീമായി മാറുകയും ചെയ്യുന്ന കാഴ്ചയായിരുന്നു ആ സമയത്തുണ്ടായിരുന്നു. അപ്പം ഇപ്പോൾ ഇത്തവണ ഈ ഗാനങ്ങളെല്ലാം തന്നെ യേശുദാസാണ് ഇതിനകത്ത് പാടിയിരിക്കുന്നത്. അപ്പം കഴിഞ്ഞ തവണ ഇങ്ങനെ ഗാനങ്ങൾ എം ജി ശ്രീകുമാറൊക്കെ അതിലൊരു പാട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത്തവണ പൂർണ്ണമായും യേശുദാസിന് ആ ഗാനങ്ങൾ എല്ലാം യേശുദാസ് തന്നെ പാടുകയും ബാലമുരളീകൃഷ്ണ എന്ന് പറയുന്ന സംഗീതജ്ഞൻ എന്നെ കൊണ്ട് ഒരു പാട്ട് ഈ ചിത്രത്തിലുണ്ട്. അപ്പോൾ ഒരു പ്രത്യേക സംഗീത പ്രാധാന്യമുള്ളൊരു ചിത്രമായി അത് രൂപപ്പെട്ടു. അപ്പം അതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ സിനിമ സംഗീത പ്രാധാന്യമുള്ള ഒരു സിനിമയായി മാറാൻ കാരണം അത്രത്തോളം ശക്തമായ സംഗീതവും ഗാനങ്ങളും ആദ്യത്തെ ചിത്രത്തിന് വന്നു എന്നത് തന്നെയാണ്. ഈ രണ്ടാമത്തെ ചിത്രത്തിൻ്റെയും ഒരു തന്തുവും അതിൻ്റെ കഥയും എല്ലാം അങ്ങനെ ആ സംഗീത പ്രാധാന്യമുള്ള ഒരു ത്രെഡിലേക്ക് ഇവരെ നയിച്ചതെന്ന് വേണം കരുതാൻ. അപ്പോൾ ഇതിനകത്തുള്ളൊരു ട്വിസ്റ്റ്, ഈ കോഴിക്കോട് ചിത്രീകരണത്തിനുള്ള എല്ലാ ഡേറ്റും എല്ലാം തീരുമാനിച്ച് സജ്ജമായി, യൂണിറ്റുമൊക്കെ വന്നു. ആ ചിത്രീകരണത്തിനൊരു 2-3 ദിവസം മുമ്പ് ഇതിൻ്റെ കഥ ബാലചന്ദ്ര മേനോൻ്റെ ഏതോ ഒരു സിനിമയുമായി ഇതിൻ്റെ കഥയ്ക്ക് വളരെ സാമ്യമുണ്ടെന്നുള്ളൊരു ഇഷ്യൂ ഉണ്ടായി. അപ്പോൾ അങ്ങനെ സാമ്യമുള്ളൊരു സിനിമ എടുത്തു കഴിഞ്ഞാൽ അത് ശരിയാവത്തില്ല, പ്രത്യേകിച്ച് ഒരിക്കൽ വന്ന കഥ. അപ്പോൾ ഇതിൻ്റെ അപ്പോൾ ലോഹിദാസ് അന്ന് നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞത് മണ്ണും മനുഷ്യനുമായിട്ടുള്ളൊരു ബന്ധം, അങ്ങനത്തെ ഒരു ഇതിവൃത്തമായിരുന്നു അവർ ഉദ്ദേശിച്ചത്. അപ്പോൾ അങ്ങനെയായിരുന്നു അത് പ്ലാൻ ചെയ്യുകയും അതിനകത്ത് ഉള്ള ഒരു കാര്യമായിരുന്നു. പക്ഷേ ഇതിപ്പോൾ തൊട്ടടുത്ത ചിത്രീകരണം ആരംഭിക്കാൻ നിൽക്കുന്ന ഒരു മുഹൂർത്തത്തിൽ, അതിന് തൊട്ടടുത്ത ദിവസങ്ങളിൽ ഇങ്ങനെ കഥ മാറേണ്ടുന്ന ഒരു സാഹചര്യം വരികയാണ്. അപ്പോൾ അത് 250-250 ആളുകളും അതിൻ്റെ യൂണിറ്റും അതിൻ്റെ സന്നാഹങ്ങളും ഷെഡ്യൂളും ഡേറ്റും മോഹൻലാലിനെപ്പോൾ നടൻ്റെ ഡേറ്റും എല്ലാം അങ്ങനെ നിശ്ചയിച്ച് വെച്ചിരിക്കുന്ന ഒരു സമയത്ത് ഇത് മാറ്റം വന്നാൽ അത് പിന്നെ ഭയങ്കരമായിട്ട് സ്റ്റക്കാവും. ആ ദിവസങ്ങൾ ചിലപ്പം വെറുതെ ആവും. അപ്പോൾ അത് ഒരു തീവ്ര യജ്ഞത്തിലേക്ക് സിബി മലയിലും ലോഹിതദാസും കടന്നു. പുതിയൊരു ഇതിനകത്തു നിന്നൊരു മാറ്റം ഉണ്ടാകണം, ഈ കഥ അവരുദ്ദേശിച്ചിരിക്കുന്നതിൽ നിന്നൊരു ആ കഥാതന്തുവിലൊരു മാറ്റം ഉണ്ടാകണം. അങ്ങനെ അവർ ഒരു വലിയ കൂടിയാലോചനകളും ചർച്ചകളും അങ്ങനെ നടത്തി. അപ്പോൾ ഈ കഥയുടെ ഒരു ത്രെഡ് വന്നാലല്ലേ പറ്റൂ. അപ്പോൾ അങ്ങനെ ഇവർ കോഴിക്കോട് ഒരു ദിവസം, ഈ ദിവസങ്ങളിലൊരു സായാഹ്നത്തിൽ ഇങ്ങനെ കോഴിക്കോട് ബീച്ചിൽ ഇവർ രണ്ടുപേരും ഇങ്ങനെ
ഇങ്ങനെ കഥയുടെ ഒരു ത്രെഡിന് വേണ്ടി ഇവർ ആലോചിക്കുകയോ ചർച്ചയ്ക്കോ അങ്ങനെ അവർ വളരെ റിലാക്സായി അവർ പോയി ഇങ്ങനെ ഇരിക്കുകയാണ്. മാനം നോക്കി കിടന്നെന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ കിടന്നപ്പോൾ അവരുടെ ഒരു ത്രെഡ് അവർക്ക് വീണ് കിട്ടി. അപ്പോൾ അവർ ആ ത്രെഡ് എന്ന് പറയുന്നത് വളരെ ജീനിയസ് ആയിട്ടുള്ളൊരു സംഗീതജ്ഞനും അതുപോലെ തന്നെ ഒരു ഗായകനായ അനുജനും അത്തരത്തിലുള്ള ഒരു സബ്ജക്റ്റ് ആയപ്പോൾ ഇതിനകത്ത് സംഗീത പ്രാധാന്യമായി. ആ സിനിമയിൽ സംഗീതത്തിന് ഒരുപാട് സാധ്യതകളുള്ള ഒരു സബ്ജക്റ്റാണ് പിന്നെ വന്നത്. അപ്പോൾ അത് പരമാവധി ഉപയോഗപ്പെടുത്തിയാണ് രവീന്ദ്രൻ മാസ്റ്ററുടെ കമ്പോസിങ്. അപ്പോൾ അതിലെ പാട്ടുകളെല്ലാം അതിമനോഹരവും വളരെ വ്യത്യസ്തമാർന്ന പാട്ടുകളുമായിരുന്നു. അപ്പോൾ അത് രാമകഥ, പിന്നെ അതുപോലെ അങ്ങനെ അതിലെ പാട്ടുകളെല്ലാം യേശുദാസ് ആണ് എല്ലാ പാട്ടുകളും മിക്കവാറും അതിലെ എല്ലാ പാട്ടുകളും പാടിയിരിക്കുന്നത്. ചിത്രയുണ്ട്, പിന്നെ ബാലമുരളീകൃഷ്ണ എന്ന് പറഞ്ഞ പ്രമുഖനായ കർണാട്ടിക് സംഗീതജ്ഞൻ ഒരു ഭാഗം അതിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സംഗീത പ്രാധാന്യമുള്ള ഒരു ചിത്രം രൂപപ്പെടുകയായിരുന്നു. ഈ ഭരതത്തിൻ്റെ ത്രെഡ് ഒരു സംഗീതജ്ഞനായ ജ്യേഷ്ഠനും ഗായകനായ അനുജനും, അത് നമ്മളെ വളരെ അറിയപ്പെടുന്ന രണ്ട് വ്യക്തികളാണ് എന്നുള്ളൊരു പ്രചാരം ആ ചിത്രീകരണ സമയത്ത് ഉണ്ടായിരുന്നു. ഒന്ന് നമ്മുടെ സംഗീത സംവിധായകൻ എം ജി രാധാകൃഷ്ണനും അനുജൻ എം ജി ശ്രീകുമാറും ആണ് എന്ന അന്നൊരു പ്രചാരം സിനിമാ വൃത്തങ്ങളിലുണ്ടായിരുന്നു. അത് സത്യമാണോ അല്ലയോ എന്നറിയത്തില്ല. സാധാരണ നമ്മളിപ്പോൾ സിനിമയിലെ ഓരോ കഥാപാത്രങ്ങളും അതിലെ ഒക്കെ സാദൃശ്യമുണ്ടാകാൽ അത് യാദൃച്ഛികമാണ് എന്ന് പറയുന്ന പോലെ, പക്ഷേ ഇത് യഥാർത്ഥത്തിൽ ഇവർ രണ്ടുപേരും ആയിരുന്നു എന്നുള്ള തരത്തിലാണ് ആ കഥയും അതിൻ്റെ സംഗതികളും എല്ലാം സിനിമ വന്നപ്പോഴും ആ ഒരു അർത്ഥത്തിലാണ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത് വളരെ ജീനിയസ് ആയിട്ടുള്ള, വളരെ ഈ കേരളത്തിലെ ഏറ്റവും വലിയ സംഗീത സംവിധായകരിൽ ഏറ്റവും മിടുക്കനായിരുന്നു. എന്നാൽ ആ വേണ്ടത്ര ഉയരത്തിലേക്ക് എത്താൻ സാധിക്കാതെ പോയി എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. അദ്ദേഹത്തെ പോലെ മികച്ച ഒരു സംഗീത സംവിധായകൻ വേറെ ഇല്ലെന്ന് തന്നെ പറയണം. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇളയരാജയുടെയൊക്കെ അതുപോലെ അതേ റേഞ്ചിൽ നിൽക്കുന്ന ഒരു സംഗീത സംവിധായകനാണ് ഈ എം ജി രാധാകൃഷ്ണൻ. അപ്പോൾ അദ്ദേഹം അതുപോലൊരു സംഗീതജ്ഞനാണ് ഈ സിനിമയിലെ പ്രധാന വേഷം. അത് നെടുമുടി വേണു ആണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതിലെ ഗായകൻ എന്ന് പറയുന്നത് എം ജി ശ്രീകുമാർ ആണ് അദ്ദേഹത്തിൻ്റെ അനുജൻ. അപ്പോൾ ആ ഗായകൻ്റെ വേഷം മോഹൻലാലാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അങ്ങനത്തെ ഒരു സംഗതി കൂടെ ഈ സിനിമയുടെ കഥയ്ക്ക് പിന്നിലുണ്ട്. അപ്പോൾ പിന്നെ അത് ഈ യാദൃച്ഛികമാകാം, അല്ലെങ്കിൽ അത് നമ്മൾ അന്നത്തെ ഒരു ചർച്ചകളിൽ ഇതുണ്ടായിരുന്നു. യഥാർത്ഥത്തിൽ അത് നമ്മളും കേട്ടിരുന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു ചർച്ചയുണ്ടായിരുന്നു. അപ്പം ആ സംഗീത പ്രാധാന്യമുള്ള ഒരു സിനിമ അങ്ങ് രൂപം കൊള്ളുകയാണ്. അവരുടെ ചിന്തകളിൽ, ലോഹിതദാസിൻ്റെയും സിബിയുടെയും ചിന്തകളിൽ അങ്ങനെ ഒരു ത്രെഡ് വരികയും അതൊക്കെ യാദൃച്ഛികം തന്നെയാണ്. പക്ഷേ അതൊരു വലിയൊരു സക്സസ്സിലേക്ക് പോകുന്നതിൻ്റെ ഒരു തുടക്കമായി. അപ്പോൾ വളരെ വ്യത്യസ്ത സ്വഭാവ വിശേഷങ്ങളുള്ള രണ്ട് ജീനിയസുകളുടെ സംഗീതത്തിൻ്റെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംഗീതജ്ഞൻ്റെയും ഗായകനായ അനുജൻ്റെയും കഥ ആയിരുന്നു അവർ പറഞ്ഞത്. അപ്പോൾ ഈ സിനിമയിലെ ഈ ത്രെഡ്, സംഗീത പ്രാധാന്യമുള്ള പിന്നെ കഥാതന്തു വളരെ നേർത്ത നൂലിഴകൾ കൊണ്ട് കോർത്തിണക്കുന്ന പോലുള്ള സിറ്റുവേഷൻസാണ്. ഒരുപാട് സന്ദർഭങ്ങളൊക്കെ അങ്ങനത്തെ സിറ്റുവേഷൻസാണ് ഈ സിനിമയിലുള്ളത്. അപ്പം ജ്യേഷ്ഠനും അനുജനും തമ്മിലുള്ള ഒരു ഈഗോ, അല്ലെങ്കിൽ അവരുടെ വലിയ ആ വലിപ്പത്തിൻ്റെ അവരുടെ ഒരു ഈഗോ ക്ലാഷും ഒക്കെ ഇതിനകത്ത് ഒരു അണ്ടർ കറണ്ട് പോലെ ഈ സിനിമയിലുടനീളം ഉണ്ട്. ഒരു വലിയ സംഗീതജ്ഞൻ, അതുപോലെ തന്നെ വലിയൊരു പാട്ടുകാരൻ. അപ്പോൾ അദ്ദേഹം മധ്യത്തിൽ മുങ്ങിപ്പോകുന്ന ആ ജ്യേഷ്ഠൻ, ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീഴ്ചയിൽ ഇദ്ദേഹം ഒരു വലിയ പാട്ടുകാരനായി മാറുന്നു. അങ്ങനത്തെ അത് വളരെ വളരെ ലോലമായ തന്ത്രികൾ കൊണ്ട് എപ്പോഴും എങ്ങനെയും എന്തും സംഭവിക്കാം അതിൻ്റെ. അപ്പോൾ ആ സിറ്റുവേഷനൊക്കെ വളരെ മനോഹരമായിട്ടാണ് ലോഹിതദാസും എഴുതിയിരിക്കുന്നതും സിബി മലയിൽ അത് ചിത്രീകരിച്ചിരിക്കുന്നു. അപ്പോൾ അതിലെ അപാരമായ അഭിനയ സാധ്യതയും ആ സിനിമയിലെ ഈ ഓരോ സന്ദർഭങ്ങളിലുണ്ടായിരുന്നു. അപ്പോൾ ഒരു മത്സര അഭിനയം പോലെ തന്നെയായിരുന്നു നെടുമുടി വേണുവും മോഹൻലാലും അതിനകത്ത് ചെയ്തിരുന്നത്. അപ്പം ആ ജ്യേഷ്ഠനെ കാണാനില്ല എന്ന് പറയുമ്പോൾ ഒരു കല്യാണ മുഹൂർത്തത്തിൻ്റെ സമയത്ത് ആ ജ്യേഷ്ഠത്തിയമ്മയോട് മോഹൻലാലിൻ്റെ കഥാപാത്രം സംസാരിക്കുന്ന ആ സിറ്റുവേഷൻ, ജ്യേഷ്ഠൻ്റെ മരണം അറിഞ്ഞിട്ട് അത് മറച്ചു വെച്ചുകൊണ്ട് നിൽക്കുന്ന അങ്ങനത്തെ ഒരുപാട് മുഹൂർത്തങ്ങൾ ആ സിനിമയിലുണ്ട്. അത് പിന്നെ ദേശീയ പുരസ്കാരങ്ങൾ വരെ സംഗീതത്തിനും അഭിനയത്തിനുമൊക്കെ കേരളത്തിലേക്ക് കൊണ്ടുവന്നു ആ സിനിമ. അപ്പോൾ അങ്ങനത്തെ
ഒരു ഉദാത്തമായ ഒരു നാഴികക്കല്ലായ ഒരു സിനിമയായി ഈ ഭരതം രൂപാന്തരപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഘടകം യേശുദാസിൻ്റെ ഗാനങ്ങളും രവീന്ദ്രൻ മാഷ് അതിനുവേണ്ടി ചിട്ടപ്പെടുത്തിയ അതിൻ്റെ ആ ഒരു സംഗീതത്തിൻ്റെ വൈഭവവും അതുതന്നെയാണ് ആ സിനിമയുടെ ഒരു നട്ടെല്ല്. ഈ കഥാതന്തുവിനെ പിടിച്ചു നിർത്തുന്നത് എന്ന് പറയുന്നത് ഇതിലെ ആ ഗാനങ്ങൾ അങ്ങനെ ആ സിനിമയുടെ ഒരു നട്ടെല്ലായി അങ്ങ് മാറുകയായിരുന്നു. അപ്പോൾ അത് മോഹൻലാൽ, രവീന്ദ്രൻ മാസ്റ്റർ, പിന്നെ യേശുദാസ് എന്നുള്ള ആ കോമ്പിനേഷനിൽ മോഹൻലാലും വരുന്ന അങ്ങനത്തെ ഗാനങ്ങൾ ആ സിനിമയെ എടുത്തുയർത്തി. അങ്ങനെ ഭരതവും പ്രണവ് മാർട്സിൻ്റെ ഭരതവും ഒരു ചരിത്ര സംഭവമായിട്ട് മാറി. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും അടുത്ത വർഷം ഇനി എന്ത് സിനിമയാണ്, അപ്പം അത് എങ്ങനെയുള്ള സിനിമയാണ്, അതും ഒരു പ്രതീക്ഷ, എക്സ്പെക്റ്റേഷൻ വളർന്നു. അപ്പോൾ അങ്ങനെയാണ് അവരുടെ പ്രൊഡക്ഷനിൽ പിന്നീട് വന്ന സിനിമയാണ് കമലദളം. അപ്പോൾ അതൊരു നമ്മളുടെ കഥകളിയുടെയും അതുപോലെ തന്നെ ഈ കലാമണ്ഡലത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലുള്ള ഒരു വലിയ കലാകാരൻ, കഥകളി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട വലിയൊരു കലാകാരൻ്റെ ഒരു ജീവിതവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കഥാപാത്രവും അതും ഇതുപോലെ തന്നെ സംഗീതവും ഒക്കെ ആയിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സിനിമയായിരുന്നു അപ്പം കമലദളം. അപ്പോൾ അതിൽ പിന്നെ അത് അവരുടെ മൂന്നാമത്തെ സിനിമയായിട്ട് വരികയായിരുന്നു. അപ്പോൾ ഭരതത്തിൻ്റെ വിജയം വീണ്ടും ഈ കോമ്പിനേഷന് ഭയങ്കരമായൊരു ശക്തി നൽകി. എന്നതിലുപരി ഇതിനകത്ത് സംഭവിച്ചത് ഇതിലെ പാട്ടുകളും സംഗീതവും ഇതിൻ്റെ കഥാതന്തുവിന് വേണ്ടി ഇതിൻ്റെ ഈ കഥയോട് ചേർന്ന് നിൽക്കുന്നു, അല്ലെങ്കിൽ അതിന് മുകളിലേക്ക് ഈ സിനിമയെ ഈ സിനിമകളെ സ്വാധീനിച്ചോ എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അത്രയ്ക്ക് പോപ്പുലറായി ഈ പാട്ടുകളും ഇതിലെ സംഗീതവും. അപ്പോൾ അത് ഈ ഇസൈനസ് അബ്ദുള്ളയിൽ രവീന്ദ്രൻ മാഷ് തുടങ്ങിവെച്ച ഒരു യജ്ഞം യേശുദാസ് അത് ഭയങ്കരമായി മുന്നോട്ട് കൊണ്ടുപോവുകയും ഒരു മലയാള സിനിമയുടെ ഒരു സുവർണ കാലഘട്ടം എന്ന് പറയുന്ന ഒരു സമയത്ത് ഈ പാട്ടുകൾ ഉജ്ജ്വലമായ തരത്തിൽ ഒരു ജനകീയമാവുകയും മോഹൻലാൽ നായകനായിക്കൊണ്ടുള്ള ഈ ഒരു കോമ്പിനേഷൻ, ഈ പാട്ടുകളും അതുപോലുള്ള സംഗീതവും ഒരു ജനകീയമായി മാറുകയായിരുന്നു. ഒരു വല്ലാത്ത ഒരു കോമ്പിനേഷനായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് മൂന്നാമതും രവീന്ദ്രൻ മാസ്റ്ററും കൈതപ്രവും ചേർന്നിട്ടുള്ള സംഗീതം മൂന്നാമതും പ്രണവ് ആർട്സ് ചെയ്ത കമലദളം എന്നുള്ള സിനിമയ്ക്കും ഇതേ ടീമായിരുന്നു പ്രവർത്തിച്ചത്. അത് മദ്രാസിലെ VGPയോ അങ്ങനത്തെ VGP എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് ആ കടൽ തീരത്തുള്ള അവിടെയായിരുന്നു ഇതിൻ്റെ കമ്പോസിങ്ങൊക്കെ ചെയ്തത്. അപ്പോൾ അങ്ങനെ രവീന്ദ്രൻ മാസ്റ്റർ നല്ല ഗംഭീരമായ ഗാനങ്ങൾ ഒരുക്കി അതിന്. അപ്പോൾ അത് ഒരു കലാമണ്ഡലത്തിൻ്റെ ഒരു പശ്ചാത്തലവും അതുപോലെ തന്നെ വിനീതും അങ്ങനെയൊക്കെയുള്ള മോഹൻലാലൊക്കെ ഒരു പ്രത്യേക രീതിയിൽ ഇപ്പോഴത്തെ കാണുന്ന താടിയല്ല, ഒരു പ്രത്യേക തരത്തിൽ താടിയൊക്കെ വളർത്തി ഒരു കഥകളി മുദ്രകളും അങ്ങനെ ഒരു മോഹൻലാലിൻ്റെ ഒരു ഫ്ലെക്സിബിലിറ്റിയൊക്കെ യൂസ് ചെയ്ത് അതുപോലെ തന്നെ മദ്യത്തിന് ഇതായിട്ടുള്ള ഒരു കലാകാരൻ, അങ്ങനെ ഒരു പ്രത്യേകതകളുള്ളൊരു കഥാപാത്രമായിരുന്നു. അപ്പോൾ അതിനൊരു താളവും സംഗീതവും ഒക്കെ വളരെ പ്രാധാന്യമുള്ള ഒരു സിനിമയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ പാട്ടുകളെല്ലാം കമ്പോസ് ചെയ്ത് മദ്രാസിലെ പ്രസാദ് ലാബിലോ സ്റ്റുഡിയോയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. അപ്പോൾ ഇത് രവീന്ദ്രൻ മാഷ് പറഞ്ഞ ഒരു അനുഭവമാണ്. അതിൻ്റെ റെക്കോർഡിങ് എല്ലാം കഴിഞ്ഞു. വളരെ തൃപ്തനായി രവീന്ദ്രൻ മാഷ് ആ റെക്കോർഡിങ് സ്റ്റുഡിയോയിൽ നിന്ന് പുറത്തു വന്ന് പിന്നെ സിബി മലയിലുണ്ട്, അതുപോലെ തന്നെ കൈതപ്രോ, അങ്ങനെ മറ്റു പലരുമൊക്കെ ഉണ്ട്. അപ്പോൾ രവീന്ദ്രൻ മാഷ് അന്ന് ഇത് കഴിഞ്ഞ് ഇങ്ങനെ പാട്ട് കൊള്ളാമെന്നും പാട്ടിനെക്കുറിച്ചും എല്ലാം മൂന്നാമത്തെ സിനിമയാണല്ലോ. അപ്പോൾ ആദ്യത്തെ സിനിമ തൊട്ട് വളരെ ഡിഫറൻ്റ് ആയിട്ടുള്ള പാട്ടുകളാണ്. അപ്പോൾ ഈ കമലദളത്തിലേക്ക് വന്നപ്പോൾ അതിലെ പാട്ടുകളെക്കുറിച്ചുമൊക്കെ എല്ലാവരും അഭിപ്രായം പറഞ്ഞു. പക്ഷേ രവീന്ദ്രൻ മാഷ് പിന്നീട് എന്നോട് ഈ അദ്ദേഹത്തിൻ്റെ ഈ സിനിമാ അനുഭവം പറയുന്ന വേളയിൽ ഒരു ദുഃഖം പോലെ അദ്ദേഹം പറഞ്ഞു, ഈ 3 സിനിമയ്ക്കും പാട്ടുകൾ ഒരുക്കിയിട്ട് ഒരഭിപ്രായം പോലും സിബി മലയിൽ പറഞ്ഞില്ല. അത് വലിയൊരു ദുഃഖമായിട്ട് അത് പുള്ളിയുടെ മനസ്സിൽ വല്ലാതെ അദ്ദേഹത്തിന് ഒരു വലിയ വിഷമമായി. അപ്പോൾ അത് ഉള്ളിൽ ഇങ്ങനെ ഉണ്ട്. ഏതൊരു ക്രിയേറ്റിവിറ്റിക്കും അങ്ങനെ ഒരു അംഗീകാരവും അതിനൊരു പ്രോത്സാഹനവും. അപ്പോൾ പ്രത്യേകിച്ച് അതിൻ്റെ സംവിധായകൻ, അപ്പോൾ രവീന്ദ്രൻ മാഷ് ഇതൊക്കെ വളരെ പ്രത്യേകതയോടുകൂടി ശ്രദ്ധിക്കുന്നതാണ്. അപ്പം അത് വെട്ടിത്തുറന്നതിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നതാണ്. അപ്പോൾ രവീന്ദ്രൻ മാഷ് ഇത് മൂന്നാമത്തെ സിനിമ, 2 സിനിമകൾ വരികയും ആ സംഗീതത്തിൻ്റെ ഈടുറ്റ സംഗീതത്തിൻ്റെയും
ആ ഗായകൻ്റെ ഒരു ഗാംഭീര്യവും പിന്നെ അതിനെല്ലാം മുകളിൽ മോഹൻലാൽ എന്ന് പറയുന്ന ഒരു അത്ഭുത പ്രതിഭയുടെ വിളയാട്ടവും ഈ സിനിമകളെ വേറൊരു തലത്തിലേക്ക് എത്തിച്ചു. അപ്പോൾ ഈ സംവിധായകൻ എന്നുള്ള അതിൻ്റെ ക്രെഡിറ്റ് മുഴുവൻ ആവാഹിക്കുന്നത് അല്ലെങ്കിൽ ലഭിക്കുന്നത് സിബി മലയിലിനാണ്. അപ്പോൾ ആ സിബി മലയിൽ ഒരു അഭിപ്രായം ഈ പാട്ടിനെക്കുറിച്ച് പറഞ്ഞില്ല എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ മനസ്സിലൊരു വല്ലാത്തൊരു വിങ്ങലായി, ഒരു വിഷമമായി. ആ പുള്ളി ആ സ്റ്റുഡിയോയിൽ നിന്ന്, പ്രസാദ് സ്റ്റുഡിയോ ആണെന്ന് തോന്നുന്നു, അപ്പോൾ അവിടെ നിന്ന് പുള്ളി പുറത്തേക്ക്, അത് മദ്രാസിൻ്റെ ഒരു റസ്റ്റിക് റോഡുകളും അങ്ങനെ തിരക്കുള്ള അവിടേക്ക് ഈ 6 അടി 1 ഇഞ്ച് നീളമുള്ള ഈ രവീന്ദ്രൻ മാസ്റ്റർ ഇറങ്ങി ആ നട്ടുച്ച സമയത്ത് ഇതിങ്ങനെ ഈ റെക്കോർഡിങ്ങും എല്ലാം കഴിഞ്ഞിട്ട് ഇറങ്ങി പുറത്തേക്ക് വന്ന് അദ്ദേഹം ഒരല്പം ഒരു നാരങ്ങാവെള്ളം കുടിച്ചിട്ട് അദ്ദേഹം തിരിച്ചു വന്നപ്പോൾ അദ്ദേഹം ഒന്ന് വിയർത്തു. ഇങ്ങനെ നെറ്റിത്തടത്തിൽ നിന്ന് ഇങ്ങനെ വിയർപ്പ്, അങ്ങനെ കറുത്ത് ഉയർന്ന ഒരു വലിയ ഗാംഭീര്യമുള്ള മനുഷ്യനാണ് ഈ രവീന്ദ്രൻ മാസ്റ്റർ എന്ന് പറഞ്ഞാൽ ഒരു കണ്ടു കഴിഞ്ഞ ഒരു രാജാനുബാഹുവും അതുപോലെ തന്നെ ഒരു നല്ല ഗാംഭീര്യവും ശബ്ദവും അങ്ങനെ ഒരു വലിയൊരു വല്ലാത്തൊരു ആകർഷകത്വമുള്ള ഒരു പ്രത്യേക. അപ്പോൾ അങ്ങനെ വിയർത്തു. അപ്പോൾ മാഷിൻ്റെ ഭാഷയിൽ തന്നെ ഞാനൊന്ന് ആ വെയിലൊന്ന് കൊണ്ട്, മദ്രാസിൽ ആ നല്ല തിളച്ച വെയിലൊന്ന് കൊണ്ടിട്ട് ആ വിയർപ്പ് തുടച്ചിട്ട് കയറി വന്നു. അപ്പോൾ സിബി മലയിൽ നിൽപ്പുണ്ട്. അപ്പോൾ സിബി മലയിലിനോട് പറയും, ഒരഭിപ്രായം ഇതുവരെ പറയാത്ത സിബി മലയിലിനോട് മാഷ് പൊട്ടിത്തെറിച്ചു. മാഷിൻ്റെ ശൈലിയിൽ മാഷ് പല വാക്കുകൾ ഉപയോഗിച്ച് അദ്ദേഹത്തോട് മാഷ് പൊട്ടിത്തെറിച്ച് സംസാരിച്ചു. സിബി മലയിലൊന്നും മിണ്ടിയോ എന്നറിയത്തില്ല. മാഷിനെ പോലെ ഒരാളിങ്ങനെ അദ്ദേഹത്തിന് ഈ ഒരഭിപ്രായവും പറയാതിരുന്നു. ഇത്രയും വിജയങ്ങൾ ഉണ്ടാക്കിയ സംഗീതം ചെയ്തിട്ടും ഒരു അഭിപ്രായം പറയാൻ മാഷിൻ്റെ ഒരു മാനസികാവസ്ഥ, അതാണ് മാഷ് പൊട്ടിത്തെറിച്ച് മാഷ് എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. പക്ഷെ പിന്നീട് അതിനുശേഷം ആ ഒരു കോമ്പിനേഷൻ ഉണ്ടായിട്ടില്ല. അതിൻ്റെ പിന്നീട് പ്രണവ് ആർട്സ് വീണ്ടും പല ചിത്രങ്ങൾ നിർമ്മിച്ചു, വലിയ ചിത്രങ്ങൾ. അപ്പോൾ അതൊക്കെ പിന്നീട് ചരിത്രമാണ്. അപ്പോൾ പിന്നെ അതുപോലെ തന്നെ രവീന്ദ്രൻ മാഷും സംഗീതം കൊടുത്തിട്ടുണ്ട്. പ്രണവത്തിൻ്റെ വീണ്ടും ഒരു ചിത്രത്തിലൊരിക്കൽ കൊടുത്തിട്ടുണ്ട്. ആ മഞ്ഞക്കിളിയുടെ എന്നുള്ള പാട്ട് കന്മതം, അത് പക്ഷേ അവിടെ സിബി മലയിലില്ല, അത് ലോഹിതദാസ് ആണ് അത് സംവിധാനം ചെയ്തിരിക്കുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, ഒരു സിനിമ ഒരു 3 സിനിമകൾ അതിശക്തമായ ത്രെഡും കഥാതന്തുവും അതിനേക്കാൾ ശക്തമായ സംഗീതവും ഒരു പ്രേക്ഷകന് വിരുന്നുപോലെ മോഹൻലാൽ അഭിനയിച്ചുകൊണ്ട് നൽകിയ 3 ചിത്രങ്ങൾ. അപ്പോൾ അതിൻ്റെ ഒരു പ്രയത്നത്തിൻ്റെ അല്ലെങ്കിൽ തങ്ങളുടെ കൂടെ പ്രയത്നത്തിൻ്റെ ഫലമാണ് ഈ മഹാവിജയങ്ങളെന്നുള്ള അതിനെ ഒരു പ്രശംസ കിട്ടാത്തതിൻ്റെ വേദനയിലാണ് രവീന്ദ്രൻ മാഷ് സിബി മലയിലിനോട് പൊട്ടിത്തെറിച്ചത്. രവീന്ദ്രൻ മാഷ് എന്തൊക്കെയോ എന്ന് പറഞ്ഞു. പക്ഷേ പിന്നീട് ആ കോമ്പിനേഷൻ, ആ കൂട്ടുകെട്ടിൽ പിന്നീട് സിനിമകൾ വന്നില്ലെന്ന് പറഞ്ഞാൽ അതുപോലെ ആരാധകർ ആഘോഷിച്ച് ആ സിനിമകളും അല്ലെങ്കിൽ ആ ഗാനങ്ങളും അപ്പോൾ ആ ഒരു സുഖത്തിൽ പിന്നുണ്ടായില്ല. അപ്പോൾ ആ കോമ്പിനേഷൻ ഇല്ലാതാവുകയും ആ ശക്തി ശോഷിച്ചു പോവുകയും ചെയ്തതിൻ്റെ തെളിവാണ്.